ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരുമേക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഡോക്ടർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ കല്യാണിയാണെങ്കിൽ പൊട്ടിക്കരയുക, ചങ്ക് പൊട്ടിക്കരയുക. ഈ സമയം കാർത്തികയും കാദംബരിയും അങ്ങോട്ട് വന്നു. അവർ രണ്ടുപേരും വന്നതും ഓഹോ, രണ്ടുപേരും എത്തിയല്ലേ. ഇത്രയും നേരം അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, അച്ഛന് വയ്യാന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും പുച്ഛത്തോടെയാണ് സംസാരിച്ചത്. എന്നിട്ടിപ്പം മനസ്സിലായില്ലേ, അച്ഛന് തീരെ വയ്യ, ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കരയുക. മോളെ, എനിക്ക് നമ്മുടെ അച്ഛനോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അങ്ങേരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതെന്ന് നിനക്കറിയാലോ. വിക്രം അവൻ ലോക കള്ളനാ. അവനെങ്ങാനും പരോളിന് പുറത്തിറങ്ങിയ പിന്നെ നമ്മളെയൊക്കെ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ആ ഒരു പേടി എനിക്കിപ്പോഴും ഉണ്ട്. ശരി, ആയിക്കോട്ടെ. പക്ഷെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ അച്ഛനല്ലേ ചേച്ചി. അസുഖമാണെന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ശ്വാസം മുട്ടി പറയാൻ പറ്റാതെ കരയുമായിരുന്നു. അത് കേട്ടതും മോളെ അറിയാം. പക്ഷെ നമ്മളോട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് വരാൻ തോന്നുമോ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നുമോ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛനിപ്പോൾ നമ്മളോട് സ്നേഹമാണ്. നമ്മളെ അച്ഛൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ്. അമ്പലത്തിലും മറ്റും രാമായണം വായിച്ചും ഓരോന്നൊക്കെ ചെയ്തൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ചേച്ചി? അതൊക്കെ ഒരു നല്ല മനുഷ്യൻ്റെ ഇതാ. അമ്മമ്മയെ മാത്രം നമ്മൾ വിശ്വസിച്ചു. എന്നാ അച്ഛൻ നന്നായപ്പോൾ അച്ഛനെ എന്താ ആരും മനസ്സിലാക്കാത്തെ? മോളെ, അമ്മമ്മയുടെ മാറ്റം ആത്മാർത്ഥവും സത്യസന്ധതയും ഉള്ളതായിരുന്നു. എന്നാൽ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല ചേച്ചി, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛൻ മാറില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ അച്ഛൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാർത്തിക ചേച്ചി, ഞാൻ പറയുന്നത് സത്യമാണ്. നോക്കിക്കോ, നമ്മുടെ അച്ഛന് നമ്മളെന്ന് വെച്ച ജീവന. ആ മനസ്സ് കാണുമ്പോൾ എനിക്കറിയാം. മടിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കല്യാണി മോളെ എന്നോട് പൊറുക്കണേ, എൻ്റെ കല്യാണി മോളെ എന്നോട് പൊറുക്കണേ എന്ന്. അത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ അച്ഛനല്ലേ ചേച്ചി, നമ്മളോട് എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ അവരെ ഇതാക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കരയുക. ഈ സമയം സാരമില്ല മോളെ, അച്ഛനെ നമുക്ക് കാണണോ, അച്ഛനെ നമ്മളെ കാണണമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി കണ്ടാലോ? ഡോക്ടർ വരട്ടെ, ചോദിച്ചിട്ട് പോവാം. അപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടറെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ശ്വാസകോശം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ. എന്തായാലും കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ്, സീരിയസാ. ഹാർട്ട് അറ്റാക്ക് വന്നൊരു മനുഷ്യനാണല്ലോ. അദ്ദേഹത്തിനാണ് ന്യൂമോണിയയും കൂടെ ബാധിച്ചിരിക്കുന്നത്. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട്, ന്യൂമോണിയ ബാധിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും പേടിപ്പിക്കുക. ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് അച്ഛനെ കാണാൻ പറ്റുമോ? അതിനെന്താ, പോയി കണ്ടോ. അത് കേട്ടതും കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മുറിയിലേക്ക് ചെല്ലുക. അപ്പോൾ പ്രകാശൻ ഓക്സിജനൊക്കെ വെച്ച് ശ്വാസം വലിച്ചു വിട്ട് കിടക്കുക. അത് കണ്ടതും കല്യാണി പൊട്ടിക്കരഞ്ഞു. ചേച്ചി, നമ്മുടെ അച്ഛൻ്റെ കിടപ്പ് കണ്ടോ ചേച്ചി? എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ മോളെ, നിന്നോട് എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും നിനക്ക് ഇങ്ങനോട് ഒരു ദേഷ്യമില്ലേ? ഇല്ല ചേച്ചി, അതൊക്കെ പോയി. എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല. പക്ഷേ വിക്രത്തിനോട് എനിക്ക് ദേഷ്യമുണ്ട്. എന്നാലും അച്ഛനോട് എനിക്ക് ഒരിക്കലും ദേഷ്യമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പൊട്ടിക്കരയുക. അപ്പോഴേക്കും കല്യാണി വിളിക്കുക, അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം പ്രകാശൻ പതുക്കെ കണ്ണു തുറന്നിട്ട് പ്രകാശൻ നോക്കി അവരെ മൂന്നുപേരെയും പ്രകാശന് മനസ്സിലായില്ല. അച്ഛാ, ഇത് ഞങ്ങളച്ഛാ, അച്ഛൻ്റെ 3 പെൺമക്കളും അച്ഛൻ്റെ മുന്നിലുണ്ടച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കരയുക. അത് കേട്ടതും പ്രകാശൻ മാസ്ക് മാറ്റാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. അപ്പോഴേക്കും കല്യാണി മാസ്ക് മാറ്റി, കാർത്തികയും കാദംബരിയും മാറ്റി. അത് കണ്ടപ്പോൾ പ്രകാശന് സന്തോഷമായി. പ്രകാശൻ സന്തോഷത്തോടെ ചിരിച്ചു. എന്നിട്ട്, സന്തോഷമായി മക്കളെ, സന്തോഷമായി. ഈ അച്ഛൻ്റെ മുൻപിലേക്ക് നിങ്ങൾ വന്നല്ലോ. അച്ഛന് അവസാനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ. പക്ഷെ അത് നേരിൽ നടന്നില്ലെങ്കിലും ഭഗവാൻ എന്നെ സ്വപ്നമായിട്ട് കാണിച്ചു തന്നു. ആ സ്വപ്നത്തിൽ എൻ്റെ കല്യാണി മോൾക്കും കാർത്തിക മോൾക്കും കാദംബരി മോൾക്കും ഞാൻ ഓണസദ്യ കൂട്ടി. ആ സന്തോഷം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നേരിട്ട് ഉണ്ണാൻ പറ്റിയില്ലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ഭഗവാൻ എനിക്ക് ആ കാര്യം സാധിച്ചു തന്നല്ലോ. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എനിക്കിപ്പോൾ മനസ്സ് നിറഞ്ഞു മോളെ, മനസ്സ് നിറഞ്ഞു. മക്കളെ, അച്ഛൻ ചെയ്ത തെറ്റുകളൊക്കെ മക്കൾ ക്ഷമിക്കണം കേട്ടോ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. പക്ഷെ എന്നാലും മക്കളോട് ചെയ്തതിനൊക്കെയാണ് അച്ഛനിപ്പോൾ അനുഭവിക്കുന്നത്. അച്ഛനിപ്പോൾ പ്രായച്ചിത്തം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ദൈവം ആയുസ് തരുന്നില്ല മക്കളെ. അച്ഛനെ തിരിച്ചു വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കല്യാണിക്ക് പേടിയായി. അച്ഛനൊന്നും പറയണ്ട, കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്നു. ഈ സമയം എൻ്റെ ഈശ്വര, എൻ്റെ മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഇന്ന് ആ മോളുടെ മടിയിൽ കിടന്ന് ചത്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്
പ്രകാശൻ പൊട്ടി പൊട്ടി കരയുക. ഈ സമയം പുറത്തേക്ക് ഇറങ്ങി ചെന്ന കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടെ എൻ്റെ മാറ്റം സത്യസന്ധവും ആത്മാർത്ഥതയുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറയണം. മനസ്സിലാവുന്നുണ്ട് മോളെ, പക്ഷെ അപ്പോഴും എനിക്ക് എവിടേക്കോ ഒരു പേടിയുണ്ട്. കാരണം ഇതും അങ്ങേരുടെ അഭിനയമാണെങ്കിലോ. ഡോക്ടർ കൂട്ടു നിൽക്കുമോ ചേച്ചി? അച്ഛൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല ഡോക്ടറിനെ കൂട്ടുപിടിക്കാൻ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ, പക്ഷെ മരിക്കാനാണെങ്കിലും ഞാനിവിടെ നിൽക്കും. എൻ്റെ അച്ഛനെ ഞാൻ സംരക്ഷിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കരയുക. ഈ സമയം കിരൺ വരിക. കല്യാണി, നിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ എന്ത് ചെയ്യാനാ കല്യാണി? നിന്റെ അച്ഛൻ ചെയ്ത പാപങ്ങൾ അതുപോലെയാണ്. നിന്നെ ആദ്യം ജനിച്ചപ്പോൾ തന്നെ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലിട്ടു. അതിനുശേഷം അവിടെ നിന്ന് നിന്നെ രക്ഷിച്ചു വന്നപ്പോൾ നിന്നെ കൊല്ലാൻ പുഴയിലേക്ക് എറിഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതല്ലേ. നിന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നിന്നെ കൊല്ലാനായിട്ട് എന്തൊക്കെ പാടുപെട്ടവരാ. അത് കേട്ടതും നമ്മുടെ കല്യാണി, അതൊക്കെ ഞാൻ മറന്നു കിരണേട്ടാ. അച്ഛൻ്റെ കൂടെ അമ്മുമ്മയും ഉണ്ടായില്ലേ, എന്നിട്ട് അമ്മുമ്മയോട് ക്ഷമിച്ചില്ലേ? അപ്പം പിന്നെ അച്ഛനോട് ക്ഷമിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അമ്മമ്മയോട് ക്ഷമിക്കാമെങ്കിൽ അച്ഛനോട് ക്ഷമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കിരണേട്ടാ. എനിക്ക് വിശ്വാസമാണ്, എൻ്റെ അച്ഛനെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി. അത് കേട്ടതും, നിൻ്റെ വിശ്വാസം, നിന്നോട് ഞാൻ വിശ്വസിക്കേണ്ടെന്ന് പറയില്ല. നിൻ്റെ അച്ഛൻ നിനക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ മോളെ? എനിക്കൊരു എതിർപ്പുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കാർത്തികയും കാദംബരിയും കിരണിനെ ഉപദേശിക്കുകയാണ്. കിരൺ, ഞാനൊരു കാര്യം പറയാം. അച്ഛൻ സ്വഭാവം ശരിയല്ല, പക്ഷേ ഇപ്പോഴത്തെ ഈ കിടപ്പിൽ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെയും വിശ്വാസം. എന്നാലും സൂക്ഷിക്കണം. കല്യാണിയുടെ സ്വഭാവം അറിയാമല്ലോ. ആരൊക്കെ ഉപദ്രവിച്ചാലും അവരോടൊക്കെ ക്ഷമിക്കുന്ന കൂട്ടത്തിലാണ് കല്യാണി. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ അച്ഛനെ ഉപദ്രവിച്ചാലും അച്ഛനോട് ക്ഷമിക്കും. അങ്ങനെയുള്ളവളവൾ. ആരുപദ്രവിച്ചാലും അവരോട് ഒരു ദേഷ്യവും കാണിക്കില്ല അവൾ. എല്ലാം കൊണ്ടും അവളൊരു പാവമാണ്. എനിക്കറിയാം കാർത്തികേ, അതുകൊണ്ടാണല്ലോ അവളെ ഞാൻ കൂടെ കൂട്ടിയത്. അതുമാത്രമല്ല, അവളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞതും സന്തോഷകരമായതും. എല്ലാം കൊണ്ടും ഞാൻ സന്തോഷത്തിലാണ് കാർത്തികേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയോട് കിരൺ ഇങ്ങനെ പറയുക. ഈ സമയം പ്രകാശൻ കല്യാണിയെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ കണ്ണു മൂടുമ്പോഴൊക്കെ കല്യാണിയുടെ മുഖമാണ് പ്രകാശൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ മോളെ താൻ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവളെ നാൽക്കാലികളുടെ കൂടെ കിടത്തി എൻ്റെ മോളെ ഞാൻ ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഈശ്വര, ഞാൻ ചെയ്ത പാപങ്ങൾക്കൊന്നും എനിക്ക് മാപ്പില്ല. അതിന് എന്നെ കൊന്നോ, എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ആയുസ് എടുത്തോ, പക്ഷെ അതിനു മുമ്പ് അവരോടൊക്കെ ചെയ്ത തെറ്റിന് എനിക്ക് അവർക്ക് ഒരു നേരത്തെ ചോറ് കൂട്ടണം. ആ ഒരു മനസ്സ് എനിക്ക് വേണം എൻ്റെ ഈശ്വരന്മാരെ. എൻ്റെ മോൻ പരോളിനിറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സകലതും നഷ്ടപ്പെട്ട് ചങ്ക് പൊട്ടിക്കരഞ്ഞ് ചങ്ക് തകർന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് സരയു ഇങ്ങനെ ഇരിക്കുക. മനോഹർ മറിയയുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് കുറേ ഫോൺ വിളിക്കുന്നു. മറിയ ഒരുപാട് കൊഞ്ചിക്കുന്നു, പുന്നാരിക്കുന്നു. മറിയയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് സരയുന് തല പെരുത്ത് കയറുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നതും അവളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ കണ്ടു നിൽക്കേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ സരയുനിപ്പോൾ. പക്ഷേ എല്ലാം സരയു ക്ഷമിച്ചിരിക്കുന്നത് ഒരു ദിവസം മനോഹറിൻ്റെ തലയ്ക്കടിക്കാൻ വേണ്ടിയാണ്. അത് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ. ആ സമയത്ത് മനോഹറിൻ്റെ തലയ്ക്കടിച്ച് മനോഹറിനെ കൊന്ന് അവസാനം മനോഹറിനെ സരയു തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തന്നെയാണ് കേട്ടോ സരയുടെ തീരുമാനം. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. കാർത്തികയ്ക്കും കാദംബരിക്കും നല്ല വിഷമമുണ്ട്. ചേച്ചി, എനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചി. ഇതൊക്കെ സത്യമാണോ? അച്ഛൻ ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാവുമോ? എനിക്ക് പേടിയുണ്ട്. ഈ മാറ്റം സത്യസന്ധത ഉള്ളതാണോ എന്ന് സംശയമുണ്ട് മോളെ. എനിക്കും അറിയില്ല. എനിക്കും അച്ഛനെ പേടിയാ. കാരണം വിക്രം പരോളിന് ഇറങ്ങുമെന്ന് കിരൺ പറഞ്ഞത് കേട്ടല്ലോ. ഈ അടുത്ത് തന്നെ അതുണ്ടാവും. വിക്രത്തിനെയും ഗംഗാപ്രസാദിനെയും രാഹുലിനെയും ഒക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ കാര്യവും. അങ്ങേര് വിക്രം എന്ത് പറഞ്ഞാലും അതിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ളപ്പോൾ വിക്രത്തിൻ്റെ ഉപദേശം കേട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ, അതുകൊണ്ട് നമ്മളൊന്ന് പേടിക്കണം. കല്യാണിയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് കല്യാണിയെയും സൂക്ഷിക്കണം. കല്യാണിക്ക് ഒരാപത്ത് സംഭവിക്കാതെ അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവളുടെ ചേച്ചിമാർ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അനിയത്തിക്ക് ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കേട്ടതും ആകെ ടെൻഷനായി നമ്മുടെ കാദംബരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛൻ്റെ മാറ്റം സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയില്ല. ഈശ്വര, അച്ഛനെ ഞങ്ങൾ സ്നേഹിക്കാം, ഞങ്ങൾ അച്ഛനെ കൂടെ നിർത്താം. പക്ഷേ വിക്രം വന്നാൽ ഒരിക്കലും അച്ഛൻ മാറരുത്. വിക്രത്തിൻ്റെ വാക്ക് കേട്ട്
ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ കല്യാണിക്ക് ഒരാപത്ത് സംഭവിക്കരുത്. ഇന്ന് കല്യാണി കാരണമാണ് ഞാൻ ഈ നിലയിലെത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കല്യാണിക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്, അതായത് ദീപയാണ്. ദീപ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ആ വിക്രം പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അതെ, അത് ശരിയാ, അവനെ സൂക്ഷിക്കണം. ഏത് നിമിഷവും അവൻ നമ്മുടെ വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വന്നാൽ അവൻ അറ്റാക്ക് ചെയ്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഒരു കരുതലോടുകൂടെ വേണം ഇരിക്കാൻ എന്നൊക്കെ പറയണം. അത് കേട്ടതും അമ്മ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്കവനെ പേടിയൊന്നുമില്ല. പേടിക്കണം മോളെ, പേടിക്കണം. അവനൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്. ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടും വ്യക്തമായിട്ടും തീർത്തിട്ടേ അവൻ പോകും. കണ്ടില്ലേ, എത്ര പേരുടെ തലക്കടിച്ചിട്ടുണ്ട്, എത്ര പേരുടെ കഴുത്തിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ മാലയും വളയും മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. നിന്റെ ചോരയാണെങ്കിലും അവനൊരു ക്രിമിനലാണ്. അവനെ പരോളിൽ വിട്ടത് തന്നെ തെറ്റ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അവൻ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഒന്ന് സൂക്ഷിച്ചേ മതിയാവും. അത് കേട്ടതും നമ്മുടെ കല്യാണി ഓരോന്നിങ്ങനെ ആലോചിക്കുക. ഈ സമയം മോളെന്താ ആലോചിക്കുന്നേ? അമ്മമ്മ മാറി, അച്ഛൻ മാറി, ഇവൻ മാത്രം എന്താ മാറാത്തതെന്ന് ആലോചിക്കുക. അവൻ മാറിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു തന്നെയല്ലേ നമ്മുടെ ജീവിതം. ആങ്ങളെയും അമ്മയും അച്ഛനും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷകരമായ ഒരു കുടുംബം അല്ലേ അമ്മേ? അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടും ഞാൻ വലിയ പേടിയില്ല മോളെ. എനിക്ക് ഭയങ്കര പേടിയാണ് മോളെ. വിക്രം, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ മാറത്തില്ല എന്നുള്ളൊരു വിശ്വാസം. അവന് ഞാൻ തന്നെയാണല്ലോ ജന്മം നൽകിയത്. അങ്ങനെ അവൻ ഇവിടെ എങ്ങാനും വരികയാണെങ്കിൽ സ്നേഹത്തോടെ ചോറിനകത്ത് വിഷം കലർത്തി അത് ഉരുള പിടിച്ച് അവന് ഞാൻ വാരി കൊടുത്താനായിരുന്നു, അവനെ ഞാൻ തീർത്താനായിരുന്നു. അത് കേട്ടതും എന്താ അമ്മ ഇത്? പിന്നെ ഞാൻ എന്ത് പറയണം മോളെ? അവൻ കാരണം എത്ര പേരാ കഷ്ടത അനുഭവിച്ചിട്ടുള്ളത്. അവന് ജന്മം നൽകിയതിന് സത്യം പറഞ്ഞ ഞാനൊരു പാപിയല്ലേ മോളെ എന്നും പറയുക. അമ്മേ, അവന് ജന്മം നൽകിയത് അമ്മയാ. അമ്മ ഒരിക്കലും പാപിയാകില്ല. അവനെ വളർത്തി വഷളാക്കിയതാ. അങ്ങനെയുള്ളപ്പോൾ ആ വഷളാക്കിയവർക്കേ പാപങ്ങൾ ഏൽക്കും. അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും കാർത്തിക ഒരു എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയായിരുന്നു. കാർത്തിക മോളെ, പിന്നെ ആ വിക്രം അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാനും അറിഞ്ഞായിരുന്നു അമ്മേ. പേടിക്കൊന്നും വേണ്ട. അവനെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? കല്യാണി, ഞാനിപ്പോൾ വന്നതേ നമുക്ക് ഓണത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, നമുക്ക് പോകാം എന്നും പറയുക. അത് കേട്ടതും എന്നാൽ പോകാൻ ചേച്ചി, ഞാനും വരാം. അയ്യോ മക്കളെ വേണ്ട, നിങ്ങൾ അങ്ങനെ പോയാൽ എനിക്ക് പേടിയാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ആ വിക്രം അങ്ങനെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇല്ലമ്മേ, എന്തിനാ പേടിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയിരുന്ന് അടിക്കേണ്ട കാര്യമൊന്നും അവനില്ല. അവനിപ്പോൾ പരോളിന് ഇറങ്ങിയിട്ട് അവന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നേരെ ഇങ്ങോട്ട് വന്നാനേ. ഇപ്പം അച്ഛൻ നമ്മുടെ അടുത്താ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെ ഇറങ്ങില്ല. എന്നാലും സൂക്ഷിക്കണം മോളെ. അവനൊരു റിപ്പറാ, കാലനാ. മറ്റുള്ളവരുടെ മാല മോഷ്ടിച്ചും തലക്കടിച്ചും അറപ്പ് തീർന്നവനാ. അതുകൊണ്ട് മോൾ ഉറപ്പായിട്ടും സൂക്ഷിക്കണം. നിങ്ങൾ രണ്ടുപേരോടും അമ്മ പറയുക. മോളോട് അവനുള്ള ദേഷ്യം എന്താണെന്നറിയാമല്ലോ. ഇവിടെ വന്ന് അവന് പ്രതീക്ഷകളൊക്കെ ഒരുപാട് നൽകി അവനെ കമ്പനിയുടെ MD ആക്കി ഇരുത്തിയിട്ട് അവസാനം എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അവനെ പുറന്തള്ളി ചവിട്ടി പുറത്താക്കിയത് മോളാ. ആ ദേഷ്യം അവന് മോളോടുണ്ടാവും. അതുപോലെ കല്യാണിയും ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും കല്യാണി മോള് അവൻ അവഗണിച്ചു. അവന് കിട്ടേണ്ടതൊക്കെ കല്യാണി മോൾ ഇല്ലാതാക്കിയെന്ന അവൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അതും ഒരു വലിയ ഇതായിട്ടാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് രണ്ടുപേരോടും അവന് ഇത്ര ദേഷ്യം. കാദംബരി മോളോട് അവന് ദേഷ്യമൊന്നുമില്ല. കാദംബരിയെ അവന് അത്ര വെറുപ്പുമില്ല. കാരണം അവളെ മാത്രമേ കൂടപ്പുറപ്പായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ, കൂടെ നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. അമ്മ പേടിക്കണ്ടമ്മേ, ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും കല്യാണിയും കൂടെ റെഡിയായിട്ട് കാറിൽ കയറി അങ്ങ് പോവുക. അങ്ങനെ പോകുന്ന വഴി വിക്രം പതുങ്ങി നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ സമയം അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അപ്പോൾ വിക്രം കടുത്ത തീരുമാനം എടുക്കുക. എൻ്റെ ജീവിതം തകർത്തവരാ, എന്നെ ജയിലിലാക്കിയിട്ട് നീയൊക്കെ സന്തോഷിച്ച് ജീവിക്കുന്നോടി, അതിനൊന്നും നിന്നെ ഞാൻ അനുവദിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പതുക്കെ ഹെൽമെറ്റ് ഇട്ടു. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ പതുക്കെ ബൈക്കിൽ വരിക. കല്യാണിയും കാർത്തികയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് ബൈക്കിൽ നിന്നും വന്ന വിക്രം കല്യാണിയുടെയും കാർത്തികയുടെയും തലയ്ക്കടിച്ചു. അടി കൊണ്ടതും കാർത്തിക ആദ്യം വീണതും കല്യാണി ചേച്ചി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. വിക്രം ഹെൽമെറ്റ് ഇട്ടിട്ട് അവിടെ നിന്നും പാഞ്ഞുപോയി. ഈ സമയം കല്യാണിയാണെങ്കിൽ ഭയങ്കര കരച്ചില. കാർത്തികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ? കാർത്തികയുടെ ജീവൻ അപകടത്തിലാവുമോ? എന്ത് പറ്റും?
വിക്രത്തിനോട് ക്ഷമിക്കാനാകുമോ കല്യാണിക്ക്? വിക്രം ചെയ്ത ഈ തെറ്റിന് കല്യാണി വിക്രത്തെ വെറുതെ വിടുവോ? അതെ, പരോളിന് ഇറങ്ങിയതും വിക്രം തൻ്റെ ജോലി ചെയ്തു എന്നുള്ളതാണ് സത്യം. കാർത്തികയുടെ തലക്കടിച്ചു. സീരിയസ് ആയിട്ട് തന്നെ കാർത്തിക മയങ്ങി വീഴുകയാണ്. ഇനി കല്യാണിയുടെ തലക്കടിച്ചിട്ട് കല്യാണിയാണോ വീണത് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. വിക്രത്തിൻ്റെ ക്രൂരത സഹിക്കാനാകാതെ കിരണും പ്രകാശനും നമ്മുടെ മൂങ്ങയുമെല്ലാം ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.